ഗൈസ് വെൽക്കം ടു എ പുതിയ ദിവസം. ആ തവളമൂടും വെച്ച് കൊളത്ത് പോയ മുതലാണ് രാവിലെ തന്നെ കാറിലേക്ക് കരിമ്പ് യൂസ് ആയിട്ടും വരും. പുതിയ പേരെ പഴയ പേരിന്റെ അവിടെ 2 കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ എന്നും രാവിലെ ഇന്നെ കാണാൻ വന്ന് ഇന്നെ ഇവിടെ നിർത്തോണ്ട് പോകും പാവം. ഞാൻ വീണ്ടും പറയുന്നു, ആ ചുറ്റും കാടുള്ള സ്ഥലത്ത് നീ റോഡും കാറും ബൈക്കൊക്കെ പാടെ കാണുമ്പോൾ നമ്മൾ വല്ല ട്രിപ്പിനും പോയിക്കാണ് മൂത്രയിച്ച് ആ മുട്ടിക്കാണ്ട് വല്ല പമ്പും കണ്ട് മൂത്രച്ചുമ്പോൾ ഒരു സുഖമുണ്ട് മോനെ. അതേമാതിരത്തെ സുഖമാണെങ്കിൽ ടൗണും റോഡും ഒച്ചപ്പാടൊക്കെ കേൾക്കുമ്പോൾ മറ്റേ സിനിമയിൽ ദിലീപ് പറഞ്ഞ നമുക്ക് നമ്മളെ നാടും വീടും റേഷൻ കടക്കെ നടക്കുള്ളതുകൊണ്ട് ഞാൻ എന്റെ പെരിക്ക് കുറച്ചു നേരത്തിന് പോകുന്നു. സംഗതി വീഡിയോയിൽ നിങ്ങൾക്ക് എന്റെ റൂം കാണുമ്പോൾ പട്ടി വെച്ച മാതിരി തോന്നുന്നുണ്ടെങ്കിൽ ഇന്നെ സംബന്ധിച്ച് സ്വർഗ്ഗാണ് സ്വർഗ്ഗം. പിന്നെ അവിടെ ഇവിടെ കുറച്ച് ഡ്രസ്സ് അയച്ചിടുന്നുള്ളൂ. അത് പിന്നെ മനസ്സിനല്ല 23 വയസ്സായിട്ടുള്ള അവിവാഹിതനായ യുവാവല്ലേ പെണ്ണിട്ടുമ്പോൾ ശരിയായിക്കോളുന്നു ഉമ്മ പറഞ്ഞു. ഇന്റെ ഇത്രയും ലോഡ് കണക്കിന് ഡ്രസ്സ് ഓനക്കൊരു ട്രൗസറും കൊടുത്ത് ഞാനൊരു ട്രൗസറും കുപ്പായിട്ട് ഞങ്ങൾ നേരെ പോണത് കൊളത്ത് ചാടാൻ വേണ്ടിയിട്ട്. നമ്മളെ മാനേജർ ഷിബിലാണെങ്കിൽ മത്സ്യകന്യകമാരത്തെ കുപ്പായിട്ട് വന്നിക്കണ്. മോനെ ഓർ മോളെ, ഇതാണ് കുളം. ഞങ്ങളെല്ലാവരും നീന്താൻ പഠിച്ച കുളം. ഷിബിലിന് പിന്നെ വള്ളം കണ്ട കുറുക്കൻ ആമട്ടിമാരി എത്ര കാട്ടണ്ടിന്ന് അറിയില്ല. ഈ ബേൾക്ക് പിന്നെ നീന്താൻ അറിയാത്തവന് പെണ്ണുങ്ങൾ കടവത്ത് കുളിച്ചിട്ട് തിണ്ടുമിരുന്ന് കോരി കുളിച്ചാണ്. നമ്മൾ പിന്നെ പ്രോലമന ഒന്നും നോക്കില്ല. റൊണാൾഡോന്റെ സുയിട്ട് നമ്മളാണ് ചാടി. ഈ ചൂടത്ത് തണുത്ത വെള്ളത്തിൽ ചാടിക്കണ അന്തർധാരന്റെ ഉള്ളിൽ വള്ളം കയറുമ്പോൾ ഒരു സുഖമുണ്ട്. ഐഷ്, ഈ വവ്വാല് മൂന്നുള്ളവന് എന്തിനെത്ര നാണമ്പനെ കാണുമ്പോൾ എനിക്ക് ഒറ്റ മ്യൂസിക് ഓർമ്മ വരുന്നേ. നിങ്ങൾ ഇന്റെ കുറച്ച് ഐറ്റംസ് കണ്ടുപിടി. എല്ലാരും മാർക്കോ ചാടാൻ പോവാണ്. ആരും പേടിക്കണ്ട. ഒന്നി പഠിച്ച 3 മാറ്. അങ്ങനെ തിരുമ്പലും കുളി കഴിഞ്ഞ് നഞ്ഞ കോഴിക്കളരി പെരീകെത്തി. So that's it for today. എന്താ ചെയ്യാ? എല്ലാവരും ഫോളോ ചെയ്യാം.